ഹായ്, നിങ്ങളാരെയും കോഴിക്കോട് ബീച്ചിൽ പോയിട്ടുണ്ടോ? അപ്പം ഞങ്ങളിന്ന് പുറത്ത് പോകാൻ പോവാണ്. ചെറുതിന് മാറ്റിച്ചു കൊടുക്കാൻ തന്നെ ചെറിയ സങ്കടവും ഒക്കെ ഉണ്ട്, അതുകൊണ്ടാണ് കരയുന്നത്. അപ്പം ഞങ്ങൾ ബീച്ചിൽ പോകാൻ പോവാണ്. മാറ്റി കഴിഞ്ഞു. അപ്പം ഇന്ന് ഋതുവിനും കൂടി മാറ്റിച്ചു കൊടുക്കാനുണ്ട്. അപ്പോൾ അവിടെ ഭയങ്കര രസമായിരിക്കും, കാരണം ഞങ്ങൾ കുറേ ആയിട്ട് പോയിട്ടില്ല. അപ്പോൾ ഞങ്ങളവിടെ എത്തിയപ്പോൾ ഉള്ള കാഴ്ചയാണിത്. കാരണം കുറച്ച് ആൾക്കാർ, നല്ല ആൾക്കാരുണ്ടായിരുന്നു, നല്ല വ്യൂ ആയിരുന്നു. സാധാരണ ഞങ്ങൾ 5 മണിക്കും 4 മണിക്കൊക്കെ ആയിരുന്നു പോവാറ്. ഇപ്പോൾ ഒരിത് വന്നതിന് ശേഷം ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ബീച്ചിൽ പോകുന്നത്. അപ്പോൾ അവിടെ സൺസെറ്റൊക്കെ ഉണ്ട്, നല്ല രസമുണ്ടായിരുന്നു വ്യൂ കാണാൻ. അപ്പോൾ ഞങ്ങൾ പോണത് 6:30ക്കാണ്. അവിടെ എത്തിയപ്പോൾ നല്ല രസമുണ്ടായിരുന്നു, കുറേ ആൾക്കാരുണ്ടായിരുന്നു, ചെറിയ ചെറിയ കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് ഞങ്ങൾ വിചാരിച്ചു അവിടെ എത്തിക്കാൻ നല്ല കരയുന്നു. പക്ഷെ ലൈറ്റും അതുപോലെ തന്നെ ഒരുപാട് കടകളും ഐസ്ക്രീമിൻ്റെയും അങ്ങനത്തെ ഓരോ ടോയ്സിൻ്റെ അങ്ങനത്തെ കുറേ കടകൾ കണ്ടപ്പോഴത്തേക്ക് അത് തന്നെ അങ്ങനെ നോക്കി നിൽക്കുമായിരുന്നു. പിന്നെ നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കരയാതെ ഇങ്ങനെ ലൈറ്റൊക്കെ നോക്കി ഇങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കും. അപ്പോൾ അവിടുത്തെ സീനറി കണ്ടിട്ട് നല്ല ഇഷ്ടമായപ്പോൾ ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടോ ഈ ഫോട്ടോ? പിന്നെ ഞങ്ങളോട് കാടമുട്ട കഴിച്ചു. അത് മുളകിലിട്ടാൽ നല്ല ടേസ്റ്റാണ് എനിക്ക് തോന്നിയപ്പോൾ ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ചെറുതിന് അത് കഴിക്കണം എന്നുണ്ട് തോന്നുന്നു, പക്ഷെ കൊടുക്കാനൊന്നും ആയിട്ടില്ലല്ലോ. പിന്നെ ഞങ്ങൾ ഐസ് അരുതിയായിരുന്നു. നല്ല ടേസ്റ്റായ സംഭവമാണ്. നമ്മുടെ ഐസും പിന്നെ പൊട്ടുകടല, ബീട്രൂട്ട് അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ കൂടി ചേർന്നൊരു സംഭവമാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ്. ഞാൻ എപ്പോൾ അവിടെ പോയാലും കഴിക്കുന്ന സംഭവം തന്നെ ഉള്ളൂ. അപ്പം ഈ പൊട്ടുകടല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതിൽ കൂടി കളർന്ന് നിൽക്കുന്നത്. പിന്നെ എന്താ മുകളിലേക്ക് നോക്കുന്നതെന്നല്ലേ, വേറെ ഒന്നല്ല, ഇത് ഞാൻ ലൈറ്റ് നോക്കുമായിരുന്നു. അപ്പോൾ എന്താ ലൈറ്റ് നോക്കുന്നതിൻ്റെ കാരണം ഞങ്ങൾ നോക്കുമ്പോൾ മിന്നി കളിക്കേണ്ടിയിരുന്നു. യെല്ലോ, ഗ്രീന്, പിങ്ക്, ബ്ലൂ എന്നൊക്കെ പറഞ്ഞ കുറേ ലൈറ്റ് മിന്നി കളിക്കേണ്ടിയിരുന്നു. അത് നോക്കി നിൽക്കുകയാണെന്ന് തോന്നുന്നു. അപ്പോൾ പപ്പ വന്നു, ഞങ്ങൾക്ക് ഐസ്ക്രീം വാങ്ങി തന്നു. എനിക്കും അമ്മയ്ക്കും പപ്പയ്ക്കും കൂടി ഐസ്ക്രീമാണ് കൊണ്ടുവന്നത്. പിന്നെ അവൾക്ക് കഴിക്കാനായില്ലല്ലോ. അപ്പം അവിടെ ഞങ്ങൾ നേരെ സ്റ്റുഡിയോയിലേക്ക് പോയി. സ്റ്റുഡിയോയിൽ എത്തിയപ്പോൾ ഡ്രസ്സ് എടുക്കാനാണ് പോയത്. പക്ഷെ എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സൊന്നും അവിടെ ഇല്ല. കുറേ ഡ്രസ്സ് ഇങ്ങനെ നോക്കി, പക്ഷെ 9 മന്ത് മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഋതുവിനുള്ള ഡ്രസ്സൊന്നുമില്ല, എനിക്ക് പറ്റുന്നതുമില്ല. അപ്പോൾ ഞങ്ങൾ മെല്ലെ അവിടെ കറങ്ങി തിരിഞ്ഞ് ഡ്രസ്സൊക്കെ നോക്കിയിട്ട് മെല്ലെ അവിടെ നിന്ന് ഇറങ്ങി ബുക്ക് സ്റ്റോളിൽ പോയി ബുക്ക് നോക്കി. അതിനുശേഷം ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോവാണ്. അപ്പോൾ എല്ലാവർക്കും ബായ്.